സേവാഭാരതിയിലൂടെ സേവന പ്രവർത്തനം ചെയ്യുമെന്ന ഭാഗ്യശാലി. സേവാഭാരതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും പൂജ ബമ്പർ ലോട്ടറി വിജയിയായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാർ ജനം ടിവിയോട് പറഞ്ഞു. വയനാട് ഉൾപ്പെടെ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ തനിക്കറിയാം. അതുകൊണ്ട് തന്നെ നൽകുന്ന തുക അർഹതപ്പെട്ടവരിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസം തനിക്കുണ്ടെന്നും ദിനേശ് കുമാർ. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ. 12 കോടി പൂജാ ബമ്പർ അടിച്ച ആ ഭാഗ്യശാലി ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ദിനേശ് കുമാറാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര സസ്പെൻസ് ആയിട്ട് അങ്ങനെ കൊണ്ടു നടന്നതാണ്. ഇന്നെന്തായാലും എല്ലാവർക്കും മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മോടെ കല്യാണമായതുകൊണ്ടാണ് ഇത് നമ്മൾ പബ്ലിസിറ്റി ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, ഇന്നലെ തന്നെ വന്നേനെ. വളരെ സന്തോഷം. സ്ഥിരമായി ഇങ്ങനെ ലോട്ടറി എടുക്കുന്ന ആൾ തന്നെയാണ്. ബമ്പർ ടിക്കറ്റ് സ്ഥിരമായിട്ട് എടുക്കാറുണ്ട്. ബമ്പർ സ്ഥിരമായിട്ട് എടുക്കാറുണ്ട്. DC ഇട്ടാണ് എടുക്കാറ്. ബുക്കായിട്ട് എടുക്കും. എന്നിട്ട് നമുക്ക് 10-600 രൂപ ലാഭമുണ്ട്. ഞാൻ എടുക്കുന്ന ടിക്കറ്റ് അമ്മയ്ക്ക് അങ്ങനെ വീട്ടിലുള്ളവർക്ക് വരുമെന്നൊക്കെ ഇങ്ങനെ ഓണത്തിനൊക്കെ ഒരു ഓണ സമ്മാനം പോലെ കൊടുക്കും. എന്നിട്ട് ഇവിടുന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ ടിക്കറ്റ് എടുത്തത് അല്ലേ? എനിക്ക് ആദ്യ ടിക്കറ്റ് വേണമെന്നുള്ള ഒരു 30 റേഞ്ച് വരുന്ന ടിക്കറ്റ് എടുക്കണമെന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ വന്നു എടുത്തത്. അതിൻ്റെ ഒരു മാസം മുമ്പ്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് ആദ്യമൊക്കെ യഥാർത്ഥത്തിൽ ബമ്പറിൻ്റെ കച്ചവടം കുറവാണ്. അങ്ങനെ ചിന്തിക്കരുത്. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടുന്ന ടിക്കറ്റ്, അടിക്കേണ്ട ടിക്കറ്റ് ആണെങ്കിൽ അത് ആദ്യം തന്നെ എടുക്കണം. അല്ല അവസാന ദിവസത്തോട്ട് നോക്കിപ്പോണ്ട് അവസാന ദിവസം ഭയങ്കര കച്ചവടങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. അല്ല, എനിക്ക് അടിക്കുമെന്ന് നേരത്തെ ഒരു പ്രതീക്ഷയാണ്. ഇത്രയും ലോങ്ങിൽ നിന്ന് വന്ന് ഇത് എടുത്തപ്പോഴേ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ടിക്കറ്റ് എനിക്ക് നേരത്തെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ അടിക്കുന്നുണ്ടായിരുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന അടിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ആരോടും പറഞ്ഞില്ല? വീട്ടിലാരോടും പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞ കല്യാണത്തിൻ്റെ കാര്യം കൊണ്ടാണ്. ഇപ്പം ഇന്ന് രാവിലെയാണ് പറഞ്ഞത്. ഇനി എന്താണ് ബാക്കി ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത്? കുറച്ച് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സേവന പ്രവർത്തനം മൊത്തം സേവാഭാരതി തന്നെ ഏൽപ്പിക്കും. അവരതിൻ്റെ രീതിയിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന് പരിപൂർണ്ണ ബോധ്യമുണ്ട്. അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊടുക്കുന്ന ഫണ്ട് വേസ്റ്റായി പോകത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് തന്നെ നമ്മുടെ ദഹിപ്പിക്കുന്ന ഇപ്പം 75,000 രൂപയോളം സർക്കാരിന് ചിലവായെന്ന് പറയുന്നത്, വയനാട് ചിലവായെന്ന് പറയുന്നത്. അതേ സൈസ് തഴ പഞ്ചായത്തിനും തൊടിയ പഞ്ചായത്തിനും സേവാഭാരതിക്ക് മേടിച്ചു കൊടുക്കുന്നത് 75,000 രൂപ എന്നുള്ളൊരു വലിയൊരു എമൗണ്ട് സാധാരണക്കാരനെ സഹിക്കേണ്ടി വരത്തില്ല. അത് സേവാഭാരതി ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് ആംബുലൻസ് അവർ ആവശ്യപ്പെടുമെങ്കിൽ ആംബുലൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. സേവാഭാരതി ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർ നല്ലപോലെ ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നമ്മൾ ഒരു കാര്യം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ഫലം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്ത് സേവന പ്രവർത്തനത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സേവാഭാരതിയെ തന്നെ ഏൽപ്പിക്കുന്നു. സേവാഭാരതിയിലൂടെ എല്ലാ ജനങ്ങളിലേക്കും ഈ ഒരു നേരത്തെ തന്നെ ഈ സേവന പ്രവർത്തനം ഞാൻ എല്ലാ സംഘടനകൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സേവാഭാരതിയാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപ പിരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയുടെ മാൻ പവറും അവർ അതിനകത്ത് കാണിച്ചാൽ ചെയ്ത് കൊടുക്കും. അതിനുള്ള മനസ്സുള്ള ചെറുപ്പക്കാർ പിള്ളേർ അതിനകത്തുണ്ട്. അത് വളരെ സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസം അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഭാഗ്യശാലി ആരാണെന്ന്. അപ്പോൾ വീട്ടുകാർ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളോട് പറഞ്ഞില്ല. ഇതുപോലെ ചോദിച്ചപ്പം മുഖത്ത് എന്തോ ഒരു മാറ്റം ഉണ്ടായിരുന്ന ആളുടെ. ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങിയില്ലായിരുന്നു, ഒട്ടും ഉറങ്ങിയില്ല. ഇങ്ങനെ ഉണന്നോണെന്നോണം ഇങ്ങനെ ഇടന്നേത്, ബാത്റൂമിലും പോയി ഇങ്ങനെ ഉണന്ന് കിടന്നേത്. അങ്ങനെ രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് ഞങ്ങളുടെ തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. വെളുപ്പിനെ നിർമ്മാല്യം കണ്ട് തൊഴണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയില്ല, തന്നെത്താഴെ പോയി തൊഴുതിട്ട് വന്ന് പിള്ളേരെ സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ലാസ് എന്തിനാ കളയുന്നത്, കല്യാണത്തിന് പോവണ്ട, സ്കൂളിൽ പോട്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, വേണ്ട, ഇന്ന് സ്കൂളിൽ പോവണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നെങ്കിൽ പോവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കൂൾ ടൈം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് എല്ലാവരോടും ഇത് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു. എന്തായാലും ഈ ഒരു എത്ര തുകയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സേവാഭാരതിയിലൂടെ നൽകാൻ? എന്ത് ചെയ്താലും സേവന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്താലും സേവാഭാരതിയിലൂടെ തന്നെ ചെയ്യത്തുള്ളൂ. വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന അവരിലൂടെ തന്നെ ചെയ്യത്തുള്ളൂ. 100%. മക്കളൊക്കെ ഒപ്പം ഉണ്ട്. എത്രയിലാണ് പഠിക്കുന്നത്? 2ല്. വിവരം അറിഞ്ഞപ്പോൾ സന്തോഷമായി. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ജയകുമാർ ലോട്ടറീസിന്റെ ഉടമകൾ കൂടെ ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു ഭാഗ്യം ജയകുമാർ ലോട്ടറീസിൽ കൂടെ തന്നെ എത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ട കൈകളിൽ എത്തി എന്നുള്ളത് വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ ചാരിറ്റിക്കാണ് അദ്ദേഹം, ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. അർഹതപ്പെട്ട കയ്യിൽ എത്തി എന്നുള്ളത് വളരെ സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസം രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമേ എന്നെ വിളിച്ച് ഈ സന്തോഷ വർത്തമാനം പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ഈ പ്രൈസ് അടിച്ചതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ഈ കല്യാണം മംഗളമായിട്ട് സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം നടത്തുക എന്നുള്ളതാണ്. അതിനുശേഷമേ ഞാൻ എന്തിനും മുന്നോട്ട് വരുത്തുള്ളൂ. അപ്പം അതുവരെ നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യണം, ആരും സസ്പെൻസ് ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞു.
അപ്പം ആ നല്ല മനുഷ്യൻ വന്നപ്പം നമ്മൾ കേട്ടല്ലോ, അദ്ദേഹം സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു ഗ്രാമത്തിൻ്റെ ഭാഗമാണ്, ഒരു നന്മ നിറഞ്ഞ ഗ്രാമീണനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഈ കിട്ടിയ ഭാഗ്യം അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഈ ലോട്ടറി അടിച്ച ഭാഗ്യവാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സേവാഭാരതിയിലൂടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. ക്യാമറമാൻ ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.